ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നാടൻ മുട്ട കൊണ്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. പോയിൻ്റെ മുട്ടയാണ് കേട്ടോ വേണ്ടിയത്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറി ലീഫ് എന്നിവ വേണം. ഒരു കുക്കർ ഇട്ടിട്ട് ഇതിലത്തെ എല്ലാ സാധനങ്ങളും ഇടണം. കറി ലീഫ് കുറച്ചിട്ടാൽ മതി. ഞങ്ങൾക്ക് ഈ കറി ലീഫ് ഇങ്ങനെ മേലെ നിൽക്കുന്നതൊന്നും തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഇട്ടോളി. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ഇടാം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയും ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്രയും പൊടികൾ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മൂടി വെച്ച് വേവിക്കണം. 2 വിസിൽ അടുപ്പിച്ചെടുക്കണം. കുക്കറിൽ ഇട്ടാൽ ഉള്ളിയൊക്കെ വഴണ്ട് വരും, അതുകൊണ്ട് പെട്ടെന്ന് നമ്മളെ സംഭവമൊക്കെ കഴിക്കാം. അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ അത് വേവിച്ചിട്ടിട്ടുണ്ട്. നോക്കൂ, ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, ചിക്കൻ കറീൻ്റെ ഒക്കെ സ്മെല്ല്. പക്ഷെ ചിക്കനല്ല, എന്നാലും കോഴിമുട്ടയാണ്. ഇനി അതിലേക്ക് നാടൻ കോഴിമുട്ട ഇടാം. കോഴിൻ്റെ മുട്ടയാണിത്. പക്ഷെ ഇത് തിന്നുമ്പോൾ ചിക്കൻ കറിയെ തോന്നുന്നുള്ളൂ. അങ്ങനെ ഇതിലൊന്ന് ഇളക്കി കൊട്ടിയതിൻ്റെ ശേഷം എല്ലാവർക്കും മസാല ഇട്ടതിൻ്റെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ഗരം മസാല പൊടിയും ചപ്പിൻ്റെ ഇലയും ഇട്ടാൽ റെഡിയായി. നല്ല ടേസ്റ്റിൻ്റെ കറി റെഡിയായി ഗൈസ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ഇടണം, ഷെയറും ചെയ്യണം പ്ലീസ്. അരി അരച്ച ദോശയും അതിക്ക് മുട്ടക്കറിയും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. കറിയും കൂട്ടി ഒരു ചെറിയ പീസ് ദോശയും ഒരു പീസ് മുട്ടയും കൂട്ടി തിന്നാൽ അപ്പം ശരി.